ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വെജിറ്റേറിയൻ ഡിഷാണ് ഫ്രഞ്ച് ഗ്രീൻ ബീൻസ് ഫ്രൈ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമ്മുടെ ഡയറ്റ് പ്ലാനിലൊക്കെ ചേർക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, എന്നാലേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഗ്രീൻ പീസ് ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ ഇതേ ബീൻസ് എടുത്തേക്കാണ്. നമ്മുടെ മോറിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിപ്പോൾ 250 ഗ്രാം ഉണ്ട്. മോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലോണം കുത്തി മറിയണം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് കുത്തി മറിഞ്ഞു വന്നപ്പോൾ നമ്മുടെ ബീൻസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, ഒരുപാട് ഇട്ട് വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ആ ഒരു കളർ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനായിട്ട് മാറും. അപ്പോൾ നമുക്കിത് ഒരു തവ വെച്ച് കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ നമ്മുടെ ബീൻസിൻ്റെ കളറൊക്കെ നല്ല കട്ടി ഗ്രീനായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കണ്ണാപ്പയിലോട്ട് മാറ്റി തണുത്ത വെള്ളത്തിലെടുക്കാം. കണ്ടോ, ഈ ഒരു ഗ്രീൻ കളർ കിട്ടുമ്പോൾ നമ്മളിത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഐസ് വാട്ടറാണിത്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തണുത്ത് വരും. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെണ്ണ ഇട്ട് കൊടുക്കാം. വെണ്ണ നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെണ്ണ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാള അരിഞ്ഞതാണ് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ണ നല്ലോണം ചൂടായിട്ടിടാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ടക്കേന്ന് വീണ് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഹാഫ് മെൽറ്റായപ്പോൾ നമ്മൾ ഇട്ടത്. ഇതിട്ടിട്ട് നല്ലോണം നമുക്ക് വഴറ്റണം. സവാള അടിപൊളിയായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ബീൻസ് ഇട്ട് കൊടുത്താൽ മതി. ബീൻസ് ഇട്ടിട്ട് നല്ലോണം നമുക്ക് വഴറ്റണം. നല്ലോണം ഇളക്കണം. നമ്മുടെ ഈ ബീൻസ് ഒടിഞ്ഞു പോകരുത്, അതുകൊണ്ട് പതിയെ ഇളക്കിയെടുക്കാവൂ. ഇത് ബീൻസ് നമ്മൾ കുത്തി ഉടയ്ക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ടോസ് ചെയ്തെടുക്കുക, അതായത് ഇങ്ങനെ പൊക്കിയിട്ട് അടിച്ച് വേവിക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാനെ കൊണ്ട് നിർവാഹമില്ല, ഫോക്കസൊക്കെ ചാടിപ്പോവും, അതാണ് സംഭവം. അപ്പോൾ ഇത് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ആൾറെഡി വെന്തിട്ടുണ്ട്. ഇത് കുത്തി ഒടിക്കരുത്, ഞാനിപ്പോഴും പറയുന്നു. അതിൻ്റെ രീതി അങ്ങനെയല്ല, ഇത് കറക്റ്റ് നീളത്തിൽ തന്നെ കിടക്കണം. ഇതിനകത്തോട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ മതി. ഇതിപ്പോൾ ഒരു ബൾജി ആയിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് വീങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇതിനകത്ത് നമ്മുടെ പൊടിവകകളുണ്ട് 2-3 എണ്ണം, അതും കൂടി ആഡ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്കിനി ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കാനുള്ളത്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മതി, വളരെ കുറച്ച് മതി, ഒരുപാട് ഇടണ്ട. അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ജസ്റ്റ് ഒരു എരിക്ക് വേണ്ടിയിട്ടാണ് ചില്ലിയുടെ. അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് ചതച്ചത് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് എടുക്കാവൂ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ടീസ്പൂണേ ചേർക്കാവൂ, ടേബിൾ സ്പൂൺ ചേർക്കരുത്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എല്ലാ ബീൻസിനകത്തും പറ്റണമെന്നേ ഉള്ളൂ, എന്നാലേ അതിൻ്റെ ആ ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ, ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നാരങ്ങ പീസാണ്, നാരങ്ങ ചെറിയ കഷ്ണത്തിലാക്കിയതാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നാരങ്ങ നീരോ നാരങ്ങ പീസോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നാരങ്ങ പീസാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 മുറി നാരങ്ങ എടുത്തിട്ട് പീസാക്കിയതാണ്. ടോസ് ചെയ്യണം. ടോസ് ചെയ്യാനുള്ള നിർവാഹമില്ല, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൾജി
ഷേപ്പിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ബീൻസ് കണ്ടോ ഒന്ന് വീങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് വാങ്ങി സെർവ് ചെയ്യാം. ഇനിയിപ്പം ഈ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഗ്രീൻ ബീൻസ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അടിപൊളി ഡിഷാണിത്. ഇത് ഡയറ്റ് പ്ലാനിനകത്തൊക്കെ ഉള്ള ഡിഷാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, ഒരു പീസായിട്ട് എടുക്കണം. ഇതിനകത്ത് നല്ലോണക്കും നമ്മുടെ ആ പെപ്പറും ചില്ലി ഫ്ലേക്സും ഒക്കെ നല്ലോണക്കും പറ്റിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഉപ്പും ചില്ലി ഫ്ലേക്സും പോരാത്തതിന് ആ ലെമണും കൂടി ഉണ്ടായതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.